വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അപ്പോൾ നമ്മൾ വീണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലോട്ടാണ് പോയേക്കുന്നത്. 155/2025 ക്വസ്റ്റ്യൻ പേപ്പർ കോഡാണ് എടുത്തേക്കുന്നത്. ഇതിൽ 3 കാറ്റഗറിയാണ് വരുന്നത്. 292/2024, 381/2024, 734/2024. തേർഡ് ഗ്രേഡ് ഓവർസിയർ, വർക്ക് സൂപ്രണ്ട്, ഗ്രേഡ് 2 സെക്കൻഡ് ഗ്രേഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിലോട്ട് പോകാമല്ലോ. റീസെൻ്റ്ലി നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. Dash is the temporary framework is useful in construction, demolition, maintenance or repair work. ടെമ്പററി ഫ്രെയിംവർക്ക് ആണ് കൺസ്ട്രക്ഷനും ഡിമോളിഷനും റിപ്പയർ വർക്കിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. എന്ത് തന്നെയാണ് വരുന്നത്? സ്കഫോൾഡിംഗ് ആണ് വരുന്നത്. അപ്പോൾ സ്കഫോൾഡിംഗ് നമ്മൾ പഠിക്കുമ്പോഴേ പറഞ്ഞിട്ടുണ്ട്, ടെമ്പററി സ്ട്രക്ചറാണ്. അതുപോലെ തന്നെ നമുക്ക് ടിമ്പറോ സ്റ്റീലോ GI പൈപ്പോ ഒക്കെ കൊണ്ട് നമുക്ക് സ്കഫോൾഡിംഗ് ചെയ്യാൻ പറ്റും. സ്കഫോൾഡിങ്ങിൽ മെയിനായിട്ട് 2 വെർട്ടിക്കൽ മെമ്പർ ഉണ്ട്. ഇത് ഗ്രൗണ്ടിലാണ് ട്രസ്റ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു വെർട്ടിക്കൽ മെമ്പറിനെ പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇതിൽ തന്നെ നമുക്ക് ഹൊറിസോണ്ടലി വരുന്ന ഒരു സ്ട്രക്ചറും വരുന്നുണ്ട്. നമ്മുടെ വോൾ എവിടെയാണോ കറക്റ്റ് വോളിന് പാരലലായിട്ടാണ് ഈ ഒരു സ്ട്രക്ചർ വരുന്നത്. സോ ഒരു സ്ട്രക്ചർ എന്ന് പറയുമ്പം നോർമലി നമുക്ക് വോളിന് പാരലൽ എന്നുള്ള രീതിയിലേ പറയുന്നത്. സോ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കറക്റ്റ് കാണാൻ കഴിയുന്നത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലെഡ്ജേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനി അടുത്ത് വരുന്ന ഒരു ടേം എന്ന് പറയുന്നത് പുഡ്ലോഗ്സ് ആണ്. ഇതൊരു ഹൊറിസോണ്ടൽ മെമ്പറാണ്. പക്ഷേ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? വോളിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. വോളിന് കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പുഡ്ലോഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പുഡ്ലോഗ് ഇതും ഹൊറിസോണ്ടൽ മെമ്പർ തന്നെയാണ്, പക്ഷേ വോളിന് പെർപെൻഡിക്കുലർ. വോളിന് പാരലലായിട്ടിരിക്കുന്നതെന്ന് പറയുന്നത് ലെഡ്ജേഴ്സ് ആണ്. ഇനി ഈ പുഡ്ലോഗ് പോലെ തന്നെയാണ്, പക്ഷേ 2 എൻഡും ലെഡ്ജേഴ്സിലാണ് ഇരിക്കുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ട്രാൻസം. അതുപോലെ തന്നെ ഇതിലിതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് പുഡ്ലോഗ്സും അതുപോലെ തന്നെ ലെഡ്ജേഴ്സും ഒക്കെ ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഈ സ്ട്രക്ചറിനെ ഞാൻ ഇൻക്ലൈൻഡ് ആയിട്ട് അതിനെ കണക്ട് ചെയ്യുവാണെങ്കിൽ ആ ഇൻക്ലൈൻഡ് ആയിട്ട് ഞാൻ കൊടുക്കുന്ന കണക്ഷൻസിനെയാണ് റേക്കേസ് എന്ന് പറയുന്നത്. അതിന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സോൾ പ്ലേറ്റ് ഒക്കെ ഞാൻ സെറ്റ് ചെയ്യാറുണ്ട് ഗ്രൗണ്ടിൽ. ഓക്കെ, അപ്പം സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ മെമ്പർ ഓഫ് ഫ്രെയിം വർക്ക് സപ്പോർട്ടഡ് ഓൺ ഗ്രൗണ്ടാണ്. ലെഡ്ജേഴ്സ് ഹൊറിസോണ്ടൽ മെമ്പർ റണ്ണിങ് പാരലൽ ടു ദ വാളാണ്. പിന്നെ ഇംഗ്ലണ്ട് ആയിട്ടുള്ളത് ബ്രേസസ്. പുഡ്ലോഗ് എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ മെമ്പർ തന്നെ വോളിന് പെർപെൻഡിക്കുലർ ആണ്. ട്രാൻസം എന്ന് പറയുമ്പോൾ ലെഡ്ജേഴ്സിൽ തന്നെയായിരിക്കും 2 എൻഡ് വരുന്നത്, ബാക്കി പുഡ്ലോഗ് പോലെ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. To give protection to the building against rain, heat, snow, wind, which part of the building is constructed in the form of framework? സോ ഇതിൻ്റെ ആൻസർ വരുന്നത് നോർമലി നമുക്ക് ഫ്രെയിം വർക്ക് എന്നൊക്കെ കാണുമ്പോൾ ട്രസ്സിലോട്ട് പോകാറുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ വന്ന സമയത്തും ഒരുപാട് പേര് ട്രസ് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൻസർ ഫൈനലിൽ വന്നത് റൂഫായിരുന്നു. റൂഫും വരാം, ട്രസ്സും വരാം. പക്ഷേ കറക്റ്റ് റൂഫിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് ഈ ഒരു സെൻറ്റൻസ് നമ്മുടെ നിമിയിൽ പറയുന്നുണ്ട്. റെയിന്, ഹീറ്റ്, സ്നോ, വിൻഡ് ആ ഒരു കാര്യം എടുത്ത് പറയുന്നുണ്ട്. നെയിം ദ ടൂൾ ക്യാൻ ബി യൂസ്ഡ് ഫോർ കട്ടിങ് സോഫ്റ്റ് ബ്രിക്സ്. സോഫ്റ്റ് ബ്രിക്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്കച്ചാണ്. സോഫ്റ്റ് ബ്രിക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്കച്ച്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് വാൾസ് ഈസ് കൺസ്ട്രക്റ്റഡ് ടു ഡിവൈഡ് ദ സ്പേസ് വിത്തിൻ ദ ബിൽഡിംഗ്? ബിൽഡിങ്ങിൽ നമ്മൾ ആ സ്പേസ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് എന്താണ്? പാർട്ടീഷൻ വാളാണ് കൊടുക്കുന്നത്. നെയിം ദ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ദ സ്റ്റോൺ ഓഫ് ഇറഗുലർ സൈസ് ആർ കോൾഡ്. അപ്പോൾ ഇതിൽ ഒരു ആൻസർ അല്ല, നമുക്ക് 2 ആൻസർ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. എ ഡാഷ് ഡോർ എസെൻഷ്യലി കൺസിസ്റ്റ് ഓഫ് സെൻട്രലി പ്ലേസ്ഡ് മുള്ളിയോൺ ഓർ പിവോട്ട് ഇൻ എ സർക്കുലർ ഓപ്പണിംഗ്. റിവോൾവിംഗ് ആണ് ആൻസർ വരുന്നത്. ഇൻ എയ്തർ ഓഫ് സ്റ്റോൺ മേസണറി ഓർ ബ്രിക്ക് മേസണറി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടേംസ് യൂസ്ഡ് ടു ഡിനോട്ട് ദ ഫിനിഷിംഗ് ഓഫ് മോട്ടാർ ജോയിൻറ്റ്? മോട്ടാർ ജോയിൻ്റ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ആൻസർ വരുന്നത് പോയിൻറ്റിംഗ് ആണ്. 7C. വിച്ച് ടൈപ്പ് ഓഫ് വിൻഡോ ഈസ് പ്രൊവൈഡഡ് ഓൺ എ സ്ലോപ്പിംഗ് റൂഫ് ഓഫ് എ ബിൽഡിംഗ്? ബിൽഡിങ്ങിൽ സ്ലോപ്പിംഗ് റൂഫിൽ കൊടുക്കുന്ന ആകെ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഒരെണ്ണേ ഉള്ളൂ, ഡോർമർ വിൻഡോയാണ് വരുന്നത്. ലൂവേർഡൊക്കെ 45 ഡിഗ്രി ഇൻക്ലിനേഷനോടുകൂടി കൊടുക്കുന്നതാണ്. സോ ഹൗ മെനി ഡേയ്സ് റിക്വയർഡ് ടു റിമൂവ് ദ ഫോം വർക്ക് ഫ്രം സ്ലാബ്സ് എക്സ്ക്ലൂഡിംഗ് പ്രോപ്സ്? കറക്റ്റ് പറഞ്ഞാൽ ഇത് കറക്റ്റ് ഒരു
ക്വസ്റ്റ്യൻ അല്ല. എക്സ്ക്ലൂഡിങ് എന്നുള്ളൊരു ടേം വരുമ്പോഴേ ആൻസറിൽ ചേഞ്ച് വരും. പക്ഷേ ഫൈനൽ ആൻസർ കീയിൽ അവർ കൊടുത്തിരുന്ന ആൻസർ 7 days ആണ്. പക്ഷേ അത് നിമി പ്രകാരവും IS കോഡ് പ്രകാരവും ആൻസർ തെറ്റാണ്. നോർമലി 3 days ആണ് വരുന്നത്. ഓക്കെ, അത് രണ്ടിലും ഒരേ വാല്യൂ തന്നെയാണ് വരുന്നത്. നിമിയിലായാലും ശരി IS കോഡിലായാലും ഒരേ വാല്യൂ ആണ്. അപ്പോൾ ഇത് ശരിയായൊരു ആൻസർ അല്ല. The vertical members fixed between steps and handrails are known as. വെർട്ടിക്കൽ മെമ്പേഴ്സ് ഫിക്സ് ചെയ്തിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. സോ ആൻസർ വരുന്നത് ബാലുസ്റ്റേഴ്സ്. ഇൻ സ്റ്റോൺ മേസണറി വർക്ക്സ് ത്രൂ സ്റ്റോൺസ് ഷുഡ് ബി പ്രൊവൈഡഡ് അറ്റ്. ഓക്കെ, എവിടെയാണ്? 1.5 meter ഡിസ്റ്റൻസിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. വിച്ച് ടൈം ഈസ് സ്റ്റെയർ കേസ് ഈസ് കോൾഡ് ഔട്ടർ പ്രൊജക്ഷൻ ഓൺ ദ ത്രെഡ്. ത്രെഡിലെ ഔട്ടർ പ്രൊജക്ഷനെ പറയുന്ന പേരാണ് നോസിങ്. അതുപോലെ നോസിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ആ ഒരു ഓർണമെൻ്റൽ അപ്പിയറൻസിന് വേണ്ടിയിട്ടൊക്കെ കൊടുക്കുന്ന പാർട്ടിനെ നമ്മൾ സ്കോഷ്യ എന്നാണ് പറയുന്നത്. ക്യാരേജ് എന്ന് പറയുന്നത് ടിമ്പർ റോഡിൽ കൊടുക്കുന്ന സപ്പോർട്ടാണ്. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ബോൺ വി ക്യാൻ സീ 90 centimeter into 9 centimeter സൈഡ് ഓഫ് ബ്രിക്ക് ഇൻ ദ വാൾ ഫേസ്. 90 centimeter into 9 centimeter ആണ്. സോ ആൻസർ വരുന്നത് സ്ട്രെച്ചർ. The function of dash is to make the paint thin so that it can be easily applied on the surface. ഈസിലി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് സോൾവെൻ്റ് ആണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു പെയിൻറ്റിന് ക്യാരക്ടറിസ്റ്റിക് കൊടുക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ബേസ് ആണ്. ചീഫ് ഇൻഗ്രീഡിയൻറ്റ് ഓഫ് പെയിൻറ്റ് ചോദിച്ചാൽ പിഗ്മെൻ്റ് ആണ് വരുന്നത്. ഡാഷ് ഈസ് കൺസ്ട്രക്റ്റഡ് എബോവ് ഡോർസ് വിൻഡോസ്. ഡോറും വിൻഡോസും മേളിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന ആരെയാണ്? ലിൻഡലാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഗിവൺ അൾട്രാ സ്ട്രെങ്ത് ടു സിമെൻറ്റ്. അൾട്രാ സ്ട്രെങ്ത് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്, അതുപോലെ പ്രോഗ്രസീവ് സ്ട്രെങ്ത് എന്നൊക്കെ പറഞ്ഞാൽ ഡൈകാൽസ്യം സിലിക്കേറ്റ് ആണ് ആൻസർ വരുന്നത്. സെറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞിരുന്നുവെങ്കിൽ സെറ്റിങ്ങിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ട്രൈകാൽസ്യം അലുമിനേറ്റ് ആയിരുന്നു. ഏർലി സ്ട്രെങ്ത് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ട്രൈകാൽസ്യം സിലിക്കേറ്റ് ആണ് പറയുന്നത്. നെയിം ദ ടൈപ്പ് ഓഫ് സിമെൻറ്റ് ദാറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ കനാൽ ലൈനിങ്. കനാൽ ലൈനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിമെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് പഠിക്കുന്നത് പോലെ തന്നെയാണ് കനാൽ ലൈനിങ്ങിൽ സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻറ്റാണ് യൂസ് ചെയ്യുന്നത്. കനാൽ ലൈനിങ്ങിന് യൂസ് ചെയ്യുന്ന സിമെൻറ്റ് സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻറ്റ്. സ്ലംബ് ടെസ്റ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ടു ഡിറ്റർമൈൻ വർക്കബിലിറ്റി ഓഫ് ദി ഫ്രഷ് കോൺക്രീറ്റ്. ഒരു ഫ്രഷ് കോൺക്രീറ്റിൻ്റെ വർക്കബിലിറ്റിയാണ് കണ്ടുപിടിക്കാനാണ് സ്ലംബ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇഫ് വാട്ടർ റിക്വയർഡ് ഫോർ 1 bag ഓഫ് സിമെൻറ്റ് ഈസ് 30 liters, ദ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഈസ്. സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ ഓപ്ഷൻ വരുന്നത് 0.60. ഇത് നമ്മൾ മുന്നേ ഒരു പ്രീവിയസിൽ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ടർ ബൈ സിമെൻറ്റ് റേഷ്യോ ആണ് വരുന്നത്. വാട്ടർ 30 തന്നിട്ടുണ്ട്, സിമെൻറ്റ് 50 ആണ്. ചോദിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എത്ര 0.6 എന്ന ഡയറക്റ്റ് കിട്ടും. നെയിം ദ മെമ്പേഴ്സ് വിച്ച് സപ്പോർട്ട് കവറിംഗ് മെറ്റീരിയൽസ് ഓഫ് എ സ്ലോപ്പിംഗ് റൂഫ് ആർ. സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് ആൻസർ എ ആണ് വരുന്നത്. ഇത് മുന്നേയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നിമിയിൽ ഇതേപോലെ ഈ സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട് റാഫ്റ്റേഴ്സിന്. ആരും ബാറ്റൺ മാറ്റി കുത്തരുത്. നിമി ബേസ്ഡ് ആണ്. നിമിയിൽ റാഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഡാഷ് റോക്സ് ഫോംഡ് ഫ്രം ദ സോൾഫിക്കേഷൻ ഓഫ് മോൾട്ടൺ മാഗ്മ. ഏതാണ് വരുന്നത്? ഇഗ്നിയസ് റോക്സ്. മോൾട്ടൺ മാഗ്മ വരുന്നത് ഇഗ്നിയസ് റോക്സ്. ദ പീസ് ഓഫ് എ ബ്രിക്ക് കട്ട് അലോങ് ദ സെൻറ്റർ ഓഫ് വിത്ത് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ്സ് ലെങ്ത് ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ഫുൾ ബ്രിക്ക് ഈസ് കോൾഡ്. ഏതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്? ക്യൂൻ ക്ലോസർ. ഓക്കെ, ക്യൂൻ ക്ലോസർ ആണ് ആൻസർ വരുന്നത്. അതുപോലെ തന്നെ ഇതിന് ലെങ്ത് അലോങ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതെന്ന് മനസ്സിലായി ക്ലോസർ എന്ന് പറയുന്നത്. ഇനി കിങ് ക്ലോസർ ആണെങ്കിലോ ഒരു ട്രയാങ്കിൾ പീസ് പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെയൊക്കെ? നമ്മുടെ ലെങ്തിൻ്റെ സെൻറ്ററിൽ നിന്നും അതുപോലെ വിത്തിൻ്റെ സെൻറ്ററിൽ നിന്നും കറക്റ്റ് ഒരു സെൻറ്റർ പോർഷനായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയാൽ അതിന് നമുക്ക് കിങ് ക്ലോസർ എന്ന് പറയാം. ബിവൽഡ് ക്ലോസർ എന്ന് പറഞ്ഞാൽ വിത്തിൻ്റെ ഹാഫും ലെങ്തിൻ്റെ ഫുള്ളും ആയിട്ട് കട്ട് ചെയ്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു ട്രയാങ്കിൾ പോർഷൻ പോലെ കട്ട് ചെയ്തെടുത്താൽ അതിനെ ബിവൽഡ് ക്ലോസർ എന്ന് പറയാൻ പറ്റും. ഇനി ഒരു 45 degree to 60 degreeയിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ അതിനെ മിറ്റർ ക്ലോസർ എന്നും പറയാം. ഡാഷ് ഈസ് ഫിക്സ്ഡ് on the external doors where padlock is to be used. All drop bolt ആണ് വരുന്നത്. all drop bolt. Name the grade of sand if it finest modulus of sand is 2.5. അപ്പോൾ ഫൈനസ് മോഡുലസിൻ്റെ വാല്യൂ അറിഞ്ഞിരുന്നാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ വാല്യൂ അറിഞ്ഞിരിക്കണം.
അതിൽ ഫൈൻ സാൻഡ്, മീഡിയം സാൻഡ്, കോസ് സാൻഡ് ഉണ്ട്. സോ ഫൈൻ സാൻഡ് എടുക്കുകയാണെങ്കിൽ ഫൈൻ സാൻഡിൻ്റെ ഫൈൻനെസ് മോഡുലസ് എന്ന് പറയുന്നത് 2.2 to 2.6 ആണ് വരുന്നത്. അതേസമയം നമ്മൾ മീഡിയം സാൻഡ് എടുക്കുകയാണെങ്കിൽ 2.6 to 2.9 വരും. കോഴ്സ് സാൻഡ് എടുക്കുകയാണെങ്കിൽ 2.9 to 3.2 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് 2.5 എന്ന് പറയുമ്പോൾ എന്തിൻ്റെ റേഞ്ചിലാണ് വരുന്നത്? ഫൈൻ സാൻഡിൻ്റെ റേഞ്ചിലാണ് വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ചൂസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് അലുമിന ഇൻ ബ്രിക്ക് എർത്ത്. സ്ഥിരം കേൾക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ് അലുമിന ഇമ്പാർട്ട് ചെയ്യുന്നത്? പ്ലാസ്റ്റിസിറ്റിയാണ് ഇമ്പാർട്ട് ചെയ്യുന്നത്. 20 to 30% ആണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് അലുമിന. മേജർ ചോദിച്ചാൽ സിലിക്കയാണ് വരുന്നത്. 50 to 60%. ദ പർപ്പസ് ഓഫ് ഡൂയിങ് സീസണിങ് ഓഫ് ടിമ്പർ. ടിമ്പറിൽ എന്തിനാണ് സീസണിങ് ചെയ്യുന്നത്? ടു റിമൂവ് വാട്ടർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിപ്പോയില്ലേ ഇത്? ടു റിമൂവ് വാട്ടർ. വിച്ച് അപ്പാരറ്റസ് ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് ദ സൗണ്ട്നെസ് ഓഫ് സിമെൻറ്റ്. സ്ഥിരം ചോദിക്കുന്നതാണ്. ലേഷാർലിയർ അപ്പാരറ്റസ് യൂസ് ചെയ്തിട്ടാണ് സൗണ്ട്നെസ് ഓഫ് സിമെൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ദ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ഫോർ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് ആസ് പെർ IS സ്പെസിഫിക്കേഷൻ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ. എത്രയാണ്? 30 മിനിറ്റ്സിനേക്കാളും കുറയാൻ പാടില്ല എന്നാണ്. ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 30 minutes. ദ ഏജ് ഓഫ് ട്രീ ക്യാൻ ബി നോൺ ബൈ എക്സാമിനിങ്. ഒരു ട്രീയുടെ ഏജ് നമുക്കറിയാൻ പറ്റുന്നത് ആനുവൽ റിങ്സ്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് കമ്പോണൻസ് ഇൻ ഗ്രേഡ് M20 കോൺക്രീറ്റ്? M20 എന്ന് പറഞ്ഞാൽ 1:1.5:3 ആണ് വരുന്നത്. ആസ് പെർ IS 4562,000, ദ മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഫോർ പ്ലെയിൻ ആൻഡ് റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സിമെൻറ്റ്. ഇതിൽ പ്ലെയിൻ ആൻഡ് റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സിമെൻറ്റിൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടിനും യഥാർത്ഥത്തിൽ 2 വാല്യൂ ആണ് പറയുന്നത്. പ്ലെയിനിന് നമ്മൾ M15 പറയും. അതുപോലെ തന്നെ റീൻഫോഴ്സ്ഡ് നമ്മൾ നോർമലി പറയുന്നത് M20 ആണ് പറയുന്നത്. സോ ഇതിൽ 15 ഇല്ല, നമുക്ക് 20 ആയിട്ട് എഴുതാൻ പറ്റും. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യുവാണ് ചെയ്തത്. ഓക്കെ, ഫൈനൽ ആൻസർ കീയിൽ ക്യാൻസൽ ആയിരുന്നു. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻ of action, the resultant compression and the line of action of the resultant tension is. ആ ഒരു ടെൻഷനും കംപ്രഷൻ സോണും നമുക്ക് കിട്ടുന്നത് എന്തിൻ്റെ ബേസിസിലാണ്? പക്ഷേ ആ ഡിസ്റ്റൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. മാറിപ്പോവരുത്, ഡിസ്റ്റൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഡിസ്റ്റൻസ് ബേസ് ചെയ്ത് വരുമ്പം ആൻസർ ലിവർ ആണ് വരുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ റിസൾട്ടൻ്റ് കംപ്രഷനും അതുപോലെ ആൻഡ് ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ റിസൾട്ടൻ്റ് ടെൻഷനും വരുന്നത് ലിവർ ആം ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. പിക്ക് അപ്പ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ്. IS 4562,000 പ്രകാരമാണ് ചോദിച്ചിരിക്കുന്നത്. ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ റീൻഫോഴ്സ്മെൻറ്റ് ഷാൾ നോട്ട് ബി ലെസ് ദാൻ 0.6% ഓഫ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ കോളം. ദ ബാർസ് ഷാൾ നോട്ട് ബി ലെസ് ദാൻ 12 mm ഇൻ ഡയമീറ്റർ. ഇതിലേതായിരിക്കും കറക്റ്റ് പറയുന്നത്? ഇതിൽ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കറക്റ്റാണോ ഇൻകറക്റ്റ് ആണോ എഴുതാണ്ടേന്ന് നോക്കുക. ഇതിൽ കറക്റ്റ് തന്നെയാണ് എഴുതേണ്ടത്. എന്തായാലും നമുക്ക് നോക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് 2 വായിക്കുമ്പം ഒറ്റയടിക്ക് അറിയാൻ പറ്റുന്ന സാധനം 2. ദ ബാർസ് ഷാൾ നോട്ട് ലെസ് ദാൻ 12 mm ഇൻ ഡയമീറ്റർ ആണ്. ഈ ഫസ്റ്റത്തേത് ദ ക്രോസ് സെക്ഷണൽ ലോഞ്ചിറ്റ്യൂഡിനൽ റീൻഫോഴ്സ്മെൻറ്റ് 0.6 കുറയാൻ പാടില്ല എന്നൊരു കണ്ടീഷൻ നമ്മൾ പറയുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. only 2. 33B ആണ് വരുന്നത്. only 2. ആസ് പെർ IS 4562,000, ഡിഗ്രി ഓഫ് വർക്കബിലിറ്റി റിക്വയർഡ് ഫോർ ദ പ്ലേസിംഗ് കണ്ടീഷൻ ഓർ ട്രെഞ്ച് ഫിൽ ഈസ് ഹൈ ആയിരിക്കും വരുന്നത്. ഡിഗ്രി ഓഫ് വർക്കബിലിറ്റി ആ പ്ലേസ് ചെയ്യുന്ന കണ്ടീഷൻ എവിടെ? ട്രെഞ്ചിങ് ഫില്ലിൽ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഹൈ ആണ് വരുന്നത്. Pick up the correct statement. Gravity retaining walls resist the backfill pressure and remain stable by their own weight. Gravity walls have to massive to avoid tensile stress. ഇതിൽ ആദ്യം പറഞ്ഞ ഗ്രാവിറ്റി റീറ്റെയിനിങ് വാൾ. ഗ്രാവിറ്റി എന്ന് പറഞ്ഞാലേ നമുക്കറിയാം അതിൻ്റെ ഓൺ വെയിറ്റ് കൊണ്ട് തന്നെയാണ് എല്ലാ വരുന്ന പ്രഷറിനെയും ഫോഴ്സസിനെയൊക്കെ അത് എന്ത് ചെയ്യുന്നത്? റെസിസ്റ്റ് ചെയ്യുന്നത്. അത് കറക്റ്റ് തന്നെയാണ്. ഒന്നാമത്തെ 1 കറക്റ്റാണ്. ഗ്രാവിറ്റി വാൾ ഹാവ് ടു മാസീവ് ടു അവോയ്ഡ് ടെൻസൈൽ സ്ട്രെസ്. അതും കറക്റ്റ് തന്നെയാണ് വരുന്നത്. സോ 2ഉം കറക്റ്റാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ബോത്ത് 1 and 2. ഓക്കെ, കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. പിക്കപ്പ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഡിസ്ട്രിബ്യൂഷൻ റീൻഫോഴ്സ്മെൻറ്റ് ഈസ് പ്രൊവൈഡഡ് ഇൻ ദ ലോങ്ങർ സ്പാൻ ഓഫ് 1-way slab.
അതുപോലെ ദ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽ ഈസ് കെപ്റ്റ് എബോവ് ദി മെയിൻ സ്റ്റീൽ. ഓക്കെ, ഇതിൽ ഏതാണ് കറക്റ്റ് അല്ലെങ്കിൽ രണ്ടും കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ. ഫസ്റ്റ് പോയിന്റിലെന്ന് പറയുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ എവിടെ തന്നെയാണ് കൊടുക്കുന്നത്? വൺ വേ സ്ലാബിൻ്റെ ലോങ്ങർ സ്പാനിലാണ് കൊടുക്കുന്നത്. മെയിൻ എന്ന് പറയുന്നത് ഷോർട്ടർ സ്പാനിലാണ് കൊടുക്കുന്നത്. അത് നമ്മൾ എടുത്ത് പറയുന്ന കാര്യമാണ്. വൺ വേ പഠിക്കുമ്പോൾ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത് ഷോർട്ടർ സ്പാൻ ബേസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ മെയിൻ സ്പാൻ കൊടുക്കും, മെയിൻ സ്റ്റീൽ ബാർസ് കൊടുക്കും, അതിൻ്റെ മുകളിലായിട്ടായിരിക്കും നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽസും പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ശ്രദ്ധിക്കുക, ലോങ്ങർ സ്പാനിലാണെങ്കിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ബാർസും ഷോർട്ടർ സ്പാനിലാണ് മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്. ഈ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ മുകളിലായിട്ടായിരിക്കും നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽസ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻ ISMB 500 ദ നമ്പർ 500 റെഫേഴ്സ് ടു. ISMB 500ൽ നമ്പർ 500 എന്താണ് മീൻ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ബീമിൻ്റെ ഡെപ്ത് ആയിരിക്കും. ഡെപ്ത് ഓഫ് ബീമാണ് അത് മെൻഷൻ ചെയ്യുന്നത്. ISMBയിൽ 500 ഡെപ്ത് അല്ലെങ്കിൽ നമുക്ക് ഹൈറ്റ് എന്ന് പറയാം. ദ ഡിസ്റ്റൻസ് ഓഫ് ദ സെൻറ്റർ ഓഫ് ദ ബോൾട്ട് ഹോൾ ഫ്രം ദ അഡ്ജസൻറ്റ് എഡ്ജസ് ഓഫ് ദ പ്ലേറ്റ്. ഓക്കെ, എഡ്ജിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കറക്റ്റ് പറഞ്ഞ ആൻസർ വരുന്നത് എഡ്ജ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, കറക്റ്റ് ആൻസർ വരുന്നത് എഡ്ജ് ഡിസ്റ്റൻസ് ആണ് വരുന്നത്. പിക്കപ്പ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. വീണ്ടും സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യനിലോട്ടാണ് നമ്മൾ പോകുന്നത്. ബാറ്റൻഡ് കോളംസ് ഹാവ് ദി സെയിം സ്ട്രെങ്ത് ആസ് ലേസ്ഡ് കോളംസ് but are uneconomical. Battens are not recommended for a column subjected to an eccentric load. സോ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിലും കറക്റ്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ബാറ്റൻഡ് കോളം എന്ന് പറയുന്നത് സെയിം സ്ട്രെങ്ത് ആണ് നമ്മുടെ ലേസ്ഡ് കോളം ആയിട്ടൊക്കെ നോക്കുന്ന സമയത്ത്, പക്ഷേ അൺഎക്കണോമിക്കലാണ്. ബാറ്റൻസ് നമ്മളൊരിക്കലും ഈ കോളത്തിൽ എസെൻട്രിക് ലോഡ് വരുന്ന കണ്ടീഷൻസിലൊക്കെ നമ്മൾ അധികം റെക്കമെൻഡ് ചെയ്യാറില്ല. അതും കറക്റ്റാണ്. ഓക്കെ, ബോത്ത് 1 and 2. ദ ഫെയിലുവർ ഓഫ് എ ടെൻഷൻ മെമ്പർ അറ്റ് ദ എൻഡ് കണക്ഷൻ അലോങ് എ പാത്ത് ഇൻവോൾവിംഗ് ടെൻഷൻ ഓൺ വൺ പ്ലെയിൻ ആൻഡ് ഷിയർ ഓൺ ദ പെർപെൻഡിക്കുലർ പ്ലെയിൻ ഈസ് കോൾഡ്. സ്റ്റീലിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യനാണ്, ഒരു കിടിലൻ ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ നന്നായിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്യാനുള്ളത്. നമ്മൾ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് വരുന്നത്. ഫെയിലുവർ ആണ്, ടെൻഷൻ മെമ്പറിൽ ഉണ്ടാവുന്നതാണ്, എൻഡ് കണക്ഷനിൽ എനോങ് ആയിട്ടാണ് വരുന്നത്. ഒരു പ്ലെയിനിൽ അതിൽ പ്ലെയിനിൽ ടെൻഷൻ ബേസ് ചെയ്തും അതുപോലെ പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ട് ഷിയർ ബേസ് ചെയ്തും വരികയാണെങ്കിൽ അതിനെ നമുക്ക് ബ്ലോക്കിംഗ് ഷിയർ എന്ന് പറയാം. വിച്ച് വാട്ടർ കണക്ഷൻസ് ഈസ് പ്രൊവൈഡഡ് ബിഫോർ ദ വാട്ടർ എൻറ്റേഴ്സ് ദ വാട്ടർ മീറ്റർ ഇൻ ദ ഹൗസ്. സ്റ്റോപ്പ് കോക്കാണ്. വാട്ടർ കണക്ഷൻസ് ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യനാണ്. നമ്മുടെ വാട്ടർ മീറ്ററിൽ വാട്ടർ എൻട്രി ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു കണക്ഷൻ്റെ കാര്യമാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. സ്റ്റോപ്പ് കോക്കാണ്. പിക്കപ്പ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. വീണ്ടും കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സ്ലോ സാൻഡ് ഫിൽറ്റേഴ്സ് ആർ ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ സ്മോൾ പ്ലാന്റ്സ്. കറക്റ്റാണ്. സ്ലോ സാൻഡ് എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ വളരെ കുറവാണ് വരുന്നത്. 100 to 200 റേഞ്ചിലൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്ലോ സാൻഡ് ഫിൽറ്റേഴ്സ് സ്മോളർ പ്ലാന്റ്സിന് സ്യൂട്ടബിൾ ആണ്. ദ ക്ലീനിങ് ഓഫ് സ്ലോ സാൻഡ് ഫിൽറ്റർ ഇസ് നോട്ട് ഡൺ ബൈ ബാക്ക് വാഷിംഗ്. അതും അതിനേക്കാളും കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ബാക്ക് വാഷിംഗ് അല്ല നമ്മൾ ചെയ്യുന്നത്, സ്ക്രാപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 1.5 സെൻറ്റിമീറ്റർ സ്ക്രാപ്പ് ചെയ്തെടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും കറക്റ്റാണ്, ബോത്ത് 1 and 2. The most predominant force acting on the underground sewer pipes. അണ്ടർഗ്രൗണ്ട് സീവർ പൈപ്സിനുള്ള മോസ്റ്റ് പ്രിഡോമിനൻ്റ് ഫോഴ്സ് ഏത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സോ കംപ്രസീവ് ഫോഴ്സാണ്, കാരണം അണ്ടർഗ്രൗണ്ടാണ് വരുന്നത്. അപ്പോൾ അതിൽ പുഷിംഗ് എഫക്റ്റിലുള്ള പ്രഷേഴ്സ് ആയിരിക്കും കൂടുതൽ വരുന്നത്. അതുകൊണ്ട് തന്നെ കംപ്രസീവ് ഫോഴ്സാണ്. പിക്കപ്പ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. വീണ്ടും സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വന്നേക്കുന്നത്. സെപ്റ്റിക് ടാങ്ക് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് അനേറോബിക് ഡീകമ്പോസിഷൻ. കറക്റ്റാണ്, കാരണം അനേറോബിക്കിൽ വരുന്ന ഒരു കാര്യമാണ് സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത്. ദ ഡിറ്റൻഷൻ പീരീഡ് ഫോർ സെപ്റ്റിക് ടാങ്ക് ജനറലി വേരീസ് ബിറ്റ്വീൻ 2 to 6 hours. അങ്ങനെ നമ്മൾ പറയുന്നില്ല. 2 to 6 hours ഡിറ്റൻഷൻ ടൈം ആണെന്ന് സെപ്റ്റിക് ടാങ്കിന് പറയുന്നേ ഇല്ല. 12 to 36 പറയുന്നുണ്ട് നമ്മൾ. ഓക്കെ, 12 to 36 പറയുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് മാത്രമാണ് കറക്റ്റ്? ഓൺലി 1 ആണ്. ഒന്ന് മാത്രമേ കറക്റ്റ് ഉള്ളൂ. The recommended spacing of manholes on sewers
ഹാവിങ് ഡയമീറ്റർ അപ് ടു 0.3 മീറ്റർ 0.3 മീറ്റർ വരെ ഡയമീറ്റർ ഉണ്ടെങ്കിൽ അവിടുത്തെ സ്പേസിങ് എങ്ങനെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോർമലി ഡയമീറ്റർ അപ് ടു 0.3 ആണെങ്കിൽ 45 മീറ്റർ ആണ് വരുന്നത്. 0.3 മീറ്റർ വരെ ആണെങ്കിൽ നമുക്ക് ആൻസർ വരുന്നത് 45 മീറ്റർ ആണ്. അതുപോലെ ഇതിൻ്റെ സ്പേസിങ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയാലോ. 0.3 മീറ്റർ വരെ ആണ് എങ്കിൽ നമുക്ക് 45 മീറ്റർ ആയിരിക്കും സ്പേസിങ്. ഇത് ഏത് കോഡ് ബുക്ക് പ്രകാരമാണെന്ന് ചോദിച്ചാൽ IS 1742/1916 പ്രകാരമാണ്. 1742/1960 ബേസിസിലാണ് ഈ പറയുന്നത്. 0.3 മീറ്റർ വരെ ആണെങ്കിൽ 45 മീറ്ററിലാണ് നമ്മൾ എന്ത് വരുന്നത്, സ്പേസിങ് വരുന്നത്. ഓക്കെ, 0.6 മീറ്റർ ആണ് നമ്മുടെ ഡയമീറ്റർ എങ്കിൽ 75 മീറ്റർ ആയിരിക്കും. അതേസമയം 0.9 മീറ്റർ ആണ് വരുന്നതെങ്കിൽ 90 മീറ്റർ. അത് കുറച്ച് എളുപ്പമുണ്ട്. 0.9 90. അപ്പോൾ 0.3 ആണെങ്കിൽ 45 മീറ്റർ ആണ്, 0.6 ആണെങ്കിൽ 75 ആണ്, 0.9 ആണെങ്കിൽ 90 മീറ്റർ. ഇനിയുണ്ട്, കഴിഞ്ഞിട്ടില്ല. 1.2 ആണെങ്കിൽ 120 മീറ്റർ ആയിരിക്കും, 1.5 ആണെങ്കിൽ 250 മീറ്റർ, ഗ്രേറ്റർ ദാൻ 1.5 ആണെങ്കിൽ 300 മീറ്ററിൻ്റെ ഇൻ്റർവെല്ലിലായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ 0.3 മുതൽ 0.3, 0.6, 0.9, 1.2, 1.5, 1.5നേക്കാളും ഗ്രേറ്റർ. അതുപോലെ റൈറ്റ് സൈഡിലൂടെ പഠിച്ചു വെക്കുക. 45, 75, 90, 120, 250, 300 മീറ്റർ. നോർമലി നമ്മൾ ആദ്യം പറഞ്ഞില്ലേ 0.3, 0.6, 0.9 മീറ്റർ, ഇത് സ്ട്രെയിറ്റ് റോഡ് ബേസ് ചെയ്തിട്ടായിരിക്കും കൂടുതലും ഈ വാല്യൂസ് വരുന്നത്. The area of land acquired for the road along its alignment is called. ഓക്കെ, നമുക്ക് ആ ഒരു ലാൻഡ്, ഏരിയ ഓഫ് ലാൻഡ്, റോഡിന് എലോങ്ങായിട്ടുള്ള അലൈൻമെൻറ്റിന് എടുക്കുന്ന ആ ഒരു റോഡിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, ഏരിയയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് നമ്മൾ എന്തെന്നാണ് പറയുന്നത്, റൈറ്റ് ഓഫ് വേ എന്നാണ് പറയുന്നത്. റൈറ്റ് ഓഫ് വേ, ഈ റൈറ്റ് ഓഫ് വേ തന്നെയാണ് നമ്മൾ റോഡ് ലാൻഡ് എന്നും പറയുന്നത്. റൈറ്റ് ഓഫ് വേ എന്ന് വെച്ചാൽ കറക്റ്റ് പറയുകയാണെങ്കിൽ ഫോർമേഷൻ വിട്ടും അതിൻ്റെ റോഡ് മാർജിൻ കൂടെ വരുന്ന പോർഷനെയാണ് നമ്മൾ റൈറ്റ് ഓഫ് വേ അല്ലെങ്കിൽ ലാൻഡ് വിട്ട് എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ക്യാരേജ് വേ എന്ന് വെച്ചാൽ വെഹിക്കിൾസ് പാസ് ചെയ്ത് പോകുന്ന സ്ഥലമാണ്. ദ റോഡ് കണക്റ്റിംഗ് ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് വിത്തിൻ ദ സ്റ്റേറ്റ് ഈസ് കോൾഡ്. ഓക്കെ, ഒരു സ്റ്റേറ്റിൽ തന്നെ റോഡ്സ്, ഇമ്പോർട്ടൻറ്റ് സിറ്റീസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു റോഡ്സ് പോകുന്നതിന് നമ്മൾ എന്തെന്നാണ് പറയുന്നത്, സ്റ്റേറ്റ് ഹൈവേ എന്നാണ് പറയുന്നത്. 47B ആണ്. പിക്കപ്പ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി വീണ്ടും സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാനാണ്. A compound curve consists of a series of two or more simple curves that turns in a same direction and join at a common tangent points. സോ കോമ്പൗണ്ട് കർവ് എന്താണെന്ന് അറിയാമല്ലോ. സിമ്പിൾ സർക്കുലർ കർവിന് തന്നെ ഡിഫറൻറ്റ് സിമ്പിൾ സർക്കിൾ വെച്ചാൽ ഒരുപാട് കർവ്സ് ആയിരിക്കും നമ്മളതിൽ വരയ്ക്കുന്നത്. ഡിഫറൻറ്റ് റേഡിയ ആയിരിക്കും, സെയിം ഡയറക്ഷനിലായിരിക്കും വരുന്നത്. അപ്പോൾ അതിൽ നിന്നല്ലേ ഇവിടെയും പറഞ്ഞിരിക്കുന്നത് കോമൺ ടാൻജൻ്റ് ആണ്. ഫസ്റ്റ് പോയിന്റ് കറക്റ്റ്. The reverse curve consists of two simple curves of opposite direction that join at the common tangent. സെയിം തന്നെയാണ്. ആകെ റിവേഴ്സും കോമ്പൗണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് റിവേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും, കോമ്പൗണ്ട് സെയിം ഡയറക്ഷൻ ആയിരിക്കും. കറക്റ്റ് ആൻസർ തന്നെയാണ് ഓപ്ഷൻ സി. The longitudinal movement of rails in the track is known as. The longitudinal movement of rails ആണ്. സോ അതിൻ്റെ ആൻസർ വരുന്നത് ക്രീപ്പാണ്. ക്രീപ്പ് ഓഫ് റെയിൽസ് ആണ് വരുന്നത്. വീണ്ടും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ. പിക്കപ്പ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽസ് ഹാവ് ലെസ് സ്ട്രെങ്ത് ആൻഡ് സ്റ്റിഫ്നെസ് ദാൻ ബുൾ ഹെഡഡ് റെയിൽ. ഓക്കെ, ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽസ് എന്ന് പറയുമ്പോൾ ബുൾ ഹെഡഡ് റെയിൽസിനേക്കാളും സ്റ്റിഫ്നെസ്സും സ്ട്രെങ്തും ഒക്കെ കുറവാണെന്ന് പറഞ്ഞാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽസ് ആണ്. അപ്പോൾ സ്ട്രെങ്തും സ്റ്റെബിലിറ്റിയും സ്റ്റിഫ്നെസ്സും ഒക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തേത് എന്താണ്, തെറ്റാണ്. നമുക്ക് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് എഴുതാനാണ്. നൗ ചെയേഴ്സ് ഓർ കീസ് ആർ റിക്വയർഡ് ഇൻ ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽസ്. അതും കറക്റ്റാണ്. നമുക്ക് ചെയേഴ്സും കീസും ഒന്നും എന്തിനു വേണ്ട, ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽസിന് ആവശ്യമായിട്ട് വരില്ല. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് കറക്റ്റ്, only 2. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ്, ആദ്യത്തേത് തെറ്റാണ്.